ഹെൽത്ത് എന്നും പറഞ്ഞ് ഈ ഫുഡിന്റെ പിക്ചർ അല്ലെങ്കിൽ നമ്മൾ വരച്ച് ചേർക്കാം. അതെ, അല്ലേ? ഭക്ഷണം നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ, പിന്നെ ഹൈജീൻ കാണിക്കാം. അതായത് നല്ല കുളിക്കുന്നത്, ബ്രഷ് ചെയ്യുന്നത്, അതൊക്കെ കാണിക്കാം. ബ്രഷ് ഓക്കെ. ചെയ്യുമ്പോൾ മോർണിംഗും ഈവനിങ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സണ്ണും പിന്നെ മൂണും വെച്ചിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ഐഡിയ അനുസരിച്ച് ഓക്കെ മാം. രാവിലെയും രാത്രി. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ, അതൊന്ന് ക്ലിയർ ആക്കാൻ ചോദിച്ചാട്ടാ. താങ്ക് യു. ഓക്കെ, നമുക്കത് ക്ലാസ്സിലേക്ക് പോകാനോ അല്ലെ? ഞാനൊന്ന് ജസ്റ്റ് എടുത്തില്ല, ഷെയർ ചെയ്യട്ടെ. ഓക്കെ, നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരു സാറ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സാർ അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊരു വീഡിയോ ഷെയർ ചെയ്ത് തരും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മള് ഇനീഷ്യലി പറഞ്ഞ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, സെക്കൻഡ് യൂണിറ്റിലേക്ക് വന്നപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എല്ലാം മെയിൻ ചെയ്യുന്നത് ആ ഫൗണ്ടേഷൻ, കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്താലാണ് കുട്ടികളിൽ ആ ഗുഡ് ഹാബിറ്റ്സ് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആ ലെവലിലുള്ള കുട്ടികളായിരിക്കും നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്. 4 to 6.5 years ഒക്കെ വരുന്ന കുട്ടികൾ. അപ്പൊ ആ കുട്ടികളിലെ ഗുഡ് ഹാബിറ്റ്സ് എന്തുകൊണ്ടും അവരിൽ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള റോളുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് നമ്മൾ. നമുക്ക് മനസ്സിലായി. അപ്പൊ ആ സമയത്ത് അവര് നല്ല ഹാബിറ്റ്സ് അവര് ഫോളോ ചെയ്യുവാണെങ്കിൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് അത് ഉണ്ടായിരിക്കും. അവരത് വീട്ടിൽ പോയി പാരന്റ്സിനോട് പറയുന്നു. അങ്ങനെ അങ്ങനെ ഓരോ കുഞ്ഞും വീടുകളിൽ അത് സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും അത് ഹോൾ സൊസൈറ്റിയിലേക്ക് ഒരു നല്ലൊരു റിസോഴ്സ് ആയിട്ട് മാറും. ആ സമൂഹത്തിൽ മുഴുവനും നല്ലൊരു ചേഞ്ചസ് വരുത്താൻ ആ ചെറിയ കാര്യം, ചെറുതെന്നല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അത് തുടങ്ങുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ, അറിവ്. നമ്മൾക്കും ഓർമ്മയുണ്ടാവും നമ്മളുടെ ചെറിയ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ മെമ്മറിയിൽ കിടക്കും. കാരണം അത് അത്രയും നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഉണ്ടായ ഒരു വോണ്ടും ഒരു മുറിവും ടീച്ചർ വഴക്ക് പറഞ്ഞതോ അങ്ങനെയൊക്കെ അതും നമ്മളുടെ മനസ്സിൽ കിടക്കും. ഓർക്കുക, കുട്ടികളുടെ രണ്ടിന്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അതിന്റെ അവയർനെസ് മാത്രമല്ല, നമ്മളത് നമ്മളുടെ അതായത് ആ അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് ത്രൂ ഔട്ട് ലൈഫ് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് അല്ല, തിമാറ്റിക് ലേണിംഗ് ആണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി ഇപ്പൊ ടീച്ചേഴ്സിന് ഒരു ഇമ്പോർട്ടന്റ് റോള് ഹെൽത്ത് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വെറുതെ നമ്മൾ പറഞ്ഞു 2-3 ടാബ്ലറ്റ്സ് ദിവസം കഴിച്ചാൽ കുറെ ഹെൽത്ത് സപ്ലിമെന്റ്സ് ഉണ്ട് അല്ലെ? വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഹെൽത്ത്, പ്രോട്ടീൻ പൗഡറിനോ ഒക്കെ പറഞ്ഞ് കുറെ ഹെൽത്ത് സപ്ലിമെന്റ്സ് കിട്ടും. അത് ദിവസവും കഴിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ കിട്ടിയ നോളജ് എവരിഡേ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അസുഖം വരില്ലായിരുന്നു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കൂടുതൽ കരുതലോടുകൂടി നമ്മൾ ജീവിക്കും അല്ലെ? ഓരോ കാലഘട്ടം കഴിയുന്തോറും അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. കാരണം കുട്ടികളിൽ കോൾഡ്, ഫീവർ അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈമാണ്. ചൂട് സമയമാകുമ്പോൾ കുട്ടികളിൽ ചൂടുകുരു വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ നമ്മൾ കരുതും. അപ്പൊ നമുക്ക് ഓരോ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ക്ലൈമറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കെയർ എടുക്കും. അത് സ്കൂളിൽ ഇപ്പൊ 30 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അത്രയും 30 കുട്ടികളെ കെയർ എടുക്കും. നമ്മൾ മെസ്സേജ് പാരന്റ്സിന് പാസ് ചെയ്യും. ഏതെങ്കിലും കുട്ടി പനിയായിട്ടോ വരുവാണെങ്കിൽ വീട്ടിലെ റെസ്റ്റ് ചെയ്തോളൂ,
കാരണം ഒന്നിന് വന്ന എല്ലാവർക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവും. കാരണം കുട്ടികൾക്ക് അറിയില്ല, അവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതല്ലേ. അപ്പൊ ടീച്ചറിന്റെ റോൾ അങ്ങനെ പല പല മേഖലകളിലും ഉണ്ട് ഒരു സ്കൂളില് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. സ്കൂൾ ഡേയ്സ് ആണ് ആ ഒരു പ്രീ പ്രൈമറി സ്കൂൾ ഡേയ്സ്, ആ ഒരു 3.5 വയസ്സ് കഴിഞ്ഞ ഉള്ള ആ ഒരു സമയമാണ് കുട്ടികളിലെ ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ, ഒരു അടിത്തറ, നല്ല ശീലങ്ങളുടെ ഒരു അടിത്തറ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ആ ഒരു സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത്. സ്കൂൾ അതോറിറ്റീസ്, നമ്മളൊരു സ്കൂളിൽ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം കുട്ടിയെ ചേർക്കാൻ പോവാന്ന് വിചാരിക്കുക. നമ്മൾ ആ സ്കൂളിന്റെ ഫെസിലിറ്റിയെ പറ്റി അന്വേഷിക്കും. സ്കൂളിലെ പഠിപ്പിക്കുന്ന രീതികൾ മാത്രമല്ല അവിടുത്തെ ഫെസിലിറ്റി, അതായത് നല്ല വെള്ളം കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, അവിടെ നല്ല ക്ലീൻ ആണോ, ഹൈജീൻ ആണോ, വെച്ചാൽ ബാത്റൂം എല്ലാം ക്ലീൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടിയെ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി അതാണ്, ആ കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഫ്രഷ് എയർ, സൺലൈറ്റ്, പ്രോപ്പർ വാട്ടർ സപ്ലൈ, പിന്നെ കുടിക്കാൻ ക്ലീനിങ് പർപ്പസസ്, അതായത് ഇപ്പൊ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും, ആരെങ്കിലും അൺമ്യൂട്ട് ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ക്ലീനിങ് പർപ്പസിനുള്ള വെള്ളം, അതായത് ഇപ്പൊ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വെള്ളം ധാരാളം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. പിന്നെ അതുമല്ല സ്കൂൾ കരിക്കുലത്തിൽ അവർക്ക് എക്സസൈസ് ഉണ്ടോ, നമുക്കറിയാം PT പീരീഡ് ഉണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ കരാട്ടെ, യോഗ, ഡാൻസ്, സൂംബ ഡാൻസ്, അങ്ങനെ പല ടൈപ്പ്, ക്ലാസിക്കൽ ഡാൻസ്, അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട്, സ്കേറ്റിംഗ്, അങ്ങനെ. അപ്പൊ അപ്രോപ്രിയേറ്റ് എക്സസൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ സ്കൂൾ കരിക്കുലത്തിൽ? പിന്നെ ഇപ്പം കമ്പൽസറി ആയിട്ട് അത് പറയുന്നുണ്ട്, സ്കൂള് ഏത് സിലബസ് ആണെങ്കിലും സ്കൂൾ കരിക്കുലത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ അതെല്ലാം സ്റ്റുഡൻസിന് അവരുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമാണ്. നമ്മൾ ഇനി വരുന്നുണ്ട് കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും. അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആ വളർച്ചയും അവരുടെ ബുദ്ധിക്ക് ഉണ്ടാകുന്ന വികാസം, വളർച്ചയും ബുദ്ധി വികാസവും എന്നും നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ? ചില കുട്ടികളെ നമുക്കറിയാം ശരീരം മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ, അവർക്ക് ബുദ്ധിക്ക് ചെറിയ IQ പ്രശ്നങ്ങളൊക്കെ, ബുദ്ധിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട് പഠിക്കാൻ. അതൊരു കുഞ്ഞ് വളരുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം ഘടകങ്ങൾ അതിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു, അതുപോലെ തന്നെ വളർച്ചയെ തടയുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പാണ് നമ്മുടെ ഹെൽത്ത് എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്, അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും. എനിക്കിത് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഓൺലൈൻ ഇതായതുകൊണ്ട് ഈ മൈക്ക് ഓൺ ചെയ്യുമ്പോഴേക്കും പലപ്പോഴും എക്കോയും ശബ്ദവും അങ്ങനെ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഒന്ന് ചൂസ് ചെയ്ത ഈ പറഞ്ഞ പോയിന്റ്സ്, അതായത് സ്കൂളിൽ എന്തെല്ലാമാണ് കുട്ടിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഹൈജീൻ റിലേറ്റഡ് സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്കൂൾ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതെല്ലാം ഒന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരാളെ ഒന്ന് ചൂസ് ചെയ്യട്ടെ. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അന്ന് പറയാം. കീർത്തി ഗോപി, ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണേ. കീർത്തിക്ക് പറയാമോ സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി, കുട്ടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ സ്കൂൾ അതോറിറ്റീസ് എന്തെല്ലാം ചെയ്യണം? ഇത് പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ കീർത്തിക്ക് മനസ്സിൽ വന്നത് റിലേറ്റ് ചെയ്യാം. മാം, PT പീരീഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കൂടുതലും PT പീരീഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഓടിപ്പിടുത്തം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് സ്കൂള് മൊത്തം, ഞങ്ങളെ ഒരു 7ാം ക്ലാസ് വരെ പഠിച്ചിടത്ത് ഒരു സൈക്കിളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതിപ്പം സൈക്കിള് ചവിട്ടാൻ അറിയാൻ മേലാത്ത കുട്ടികൾക്ക് അത് പഠിപ്പിക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഗേൾസ് സ്കൂൾ ആയിരുന്നു? അല്ല, മിക്സഡ് ആയിരുന്നു.
ഫിസിക്കൽ എക്സസൈസിന് വളരെ ഇമ്പോർട്ടന്റ് പറഞ്ഞാണ് കീർത്തി പറഞ്ഞത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളുകളിൽ ഓരോ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിബ്ലിങ്സ് അനിയത്തിമാരോ അനിയന്മാരോ പഠിക്കുന്ന സ്കൂളിലുണ്ടായിരിക്കും യോഗ, മെഡിറ്റേഷൻ. യെസ്, വളരെ നല്ലതാണ് യോഗ, മെഡിറ്റേഷൻ എല്ലാം. ഞാൻ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ യോഗയുണ്ട്. അപ്പൊ ആനുവൽ ഡേക്ക് യോഗയിലൂടെ അവർ പെർഫോം ചെയ്തു, നല്ലൊരു മെസ്സേജ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡാൻസ് പോലെ, മ്യൂസിക് നമ്മുടെ മൈൻഡിന്റെ ഒരു റിഫ്രഷ്മെന്റിന്റെ മ്യൂസിക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ ഫൈൻ. ചെസ് കളിക്കാം, ക്യാരം ബോർഡ് അല്ലെ, ഇൻഡോർ ഗെയിംസ്, കരാട്ടെ, ലൈബ്രറി യൂസ് ചെയ്യാം. യെസ്, എവറി മോർണിംഗ് എക്സസൈസ്. നമുക്കും അത് ആവശ്യമാണ്. ശരിക്കും ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. എല്ലാവരും പലയിടത്തും കൂടിപ്പാനൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ വന്നിരിക്കുക. അതൊക്കെ ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒരു 5 മിനിറ്റ്സ് നമുക്ക് വാമപ്പ് ഒക്കെ ചെയ്യാമായിരുന്നു. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ കേട്ടോ. 5 മിനിറ്റ്സ് ക്ലാസ് പോകുന്നു എന്നുള്ള ഒരു ഇത് വേണ്ട. ഡ്രിൽ, സ്പോർട്സ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു, മ്യൂസിക്കിന്റെ അവർ ഉണ്ടായിരുന്നു, പിന്നെ PT പീരീഡ് ഉണ്ടായിരുന്നു. റിംഗ് ഒക്കെ കളിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. യെസ്, എംബ്രോയിഡറി, സ്ക്രിപ്പ. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ഓൺലൈൻ ക്ലാസ് നടത്തുന്ന സമയത്ത് ഈ യോഗയും അതുപോലെ ഈ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്യിച്ചിട്ടായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്. അതെ അതെ, യെസ്. നമുക്ക് ഈ ടൈം ഇല്ലാത്ത കാരണം ഞാൻ ആ ഒരു തീരുമാനം നിങ്ങളിലേക്ക് വിട്ടിരിക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്, എനിക്ക് ബേസിക് യോഗയൊക്കെ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഇവിടെ യോഗ നല്ലപോലെ അറിയാവുന്നവരുണ്ടാവും, അവർക്ക് ലീഡ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ഓൺ ചെയ്താൽ മതി. പക്ഷെ ലീഡ് ചെയ്യുന്ന ആള് വീഡിയോ ഓൺ ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു വീക്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഏത് ഡേയിൽ നമുക്ക് യോഗ ചെയ്യണം, ഏത് ഡേയിൽ വാമപ്പ് എക്സസൈസ് ചെയ്യണം, പിന്നെ ഏത് ഡേയിലും മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾ തീരുമാനിച്ചോളൂ. മൺഡേ ടു ഫ്രൈഡേയില് ഒരു ദിവസം മെഡിറ്റേഷൻ, ഒരു ദിവസം യോഗ, ഒരു ദിവസം വാമപ്പ് എക്സസൈസ്, അങ്ങനെ ചെയ്യാം. ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ സുഭിഷ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നമ്മളൊന്ന് റിഫ്രഷ് ആവും. കാരണം എനിക്ക് തോന്നുന്നു കുറെ ജോലിക്ക് പോണവരുണ്ട്, പകല് വേറെ പഠിക്കാൻ പോണവരൊക്കെ ഉണ്ടാവുമായിരിക്കും, പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഓടി വന്നിരിക്കുന്നവരുണ്ടാവും. അതിനൊരു റിഫ്രഷ്മെന്റ് ആലോചിച്ച് തീരുമാനിച്ചോളൂ കേട്ടോ. ഇൻട്രസ്റ്റഡ് ആണെന്ന് കുറച്ചുപേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ സ്കോപ്പും ഇമ്പോർട്ടൻസും എല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ ത്രൂ ആ അവയർനെസ്, അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ പഠിപ്പിക്കുന്നതിനേക്കാളും അവർക്ക് ഇതുപോലെ നമ്മളിപ്പോ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്സിൽ നല്ല നല്ല പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട്, ഇപ്പൊ ഹാൻഡ് വാഷിന്റെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മിക്ക സ്കൂളുകളിലും TV ഉണ്ടാവും, അതിലൊരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു വിഷ്വൽ ഇമ്പാക്ട് വളരെ വലുതാണ്. ഇമേജിലൂടെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് എഴുതി വെക്കുന്നതിനേക്കാളും പറയുന്നേക്കാളും നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് ഈ വിഷൻ നല്ല പോലെ പോകും. അത് കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒത്തിരി ഫെസിലിറ്റീസ് സ്കൂളിലുണ്ട്. പ്രസന്റേഷൻ കാണുന്നില്ല അല്ലെ? ഇത് ആരും ഒന്ന് പ്രസന്റ്, ഞാൻ ഒന്ന് പിൻ ചെയ്യാം. യെസ്, ഇപ്പൊ കാണാമോ? ഓക്കെ അല്ലേ? ഇല്ല മാം, കാണാം. ഞാൻ ഒന്നുകൂടെ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇപ്പൊ കാണാമോ? അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ സ്കോപ്പും ഇമ്പോർട്ടൻസും എല്ലാം പറഞ്ഞു. ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം എന്തോ കാണുന്നില്ലേ? വരുന്നുണ്ടല്ലോ. കാണുന്നുണ്ട് മാം. ഓക്കെ, ഒന്നുകൂടെ ഒന്നില്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ആവുമ്പോ ക്ലിയർ ആവുമായിരിക്കും. അങ്ങനെ ഒന്ന് നോക്കും. ഓക്കെ, കാണുന്നുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് അത് അല്ല ലാഗ് ചെയ്യുന്നതായിരിക്കാം. ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്തുള്ള അതേ രീതിയിൽ നിൽക്കണ്ടാവും.
എയിംസ്. അപ്പം നമുക്ക് എയിംസ് ഒരു ഏകദേശം പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു 7-8 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ ഫസ്റ്റ് പോയിന്റ് ആണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും ഇൻഫർമേഷൻസ് കുട്ടികളിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ത്രൂ വിഷ്വൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ അവരെ രണ്ടുപേരെ എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് രണ്ടുപേര് പെയർ ആക്ടിവിറ്റി ചെയ്ത് കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്കത് ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി അത് ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ്. ഇവിടെ ഇപ്പം 160 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 160 പേരും ചെയ്യേണ്ട ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് ആൻഡ് വാല്യൂസ്. ഇത് നമ്മളുടെ ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, റോൾ പ്ലേ ആണ്. റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, ഹെൽത്ത് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, എവിടെയെങ്കിലും ഒട്ടും ഹൈജീൻ അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ചെയ്ത ഒരു ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇതാണ്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ +1 +2 ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കുറെ നിൽക്കുന്നുണ്ട്, ആൺകുട്ടികളും കുറെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു പയ്യൻ മാത്രം ഭയങ്കര ധൈര്യത്തോട് നിന്ന് സ്മോക്ക് ചെയ്യുക. പെൺകുട്ടികളെ ചുറ്റും കൂടി നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ഒരു കുസലും ഇല്ലാണ്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുവഴി വന്ന ഒരു പോലീസുകാരൻ, കാഷ്വലി അതിലേ പോയ പോലീസുകാരൻ ചോദിച്ചു, ആളെ കണ്ടിട്ടും ഇവന് ഒരു ഭാവമാറ്റവും ഇല്ല. ചില കുട്ടികളെ പേടിച്ച് സിഗരറ്റ് ഒക്കെ താഴേക്ക് ഇടും, ഇവനിങ്ങനെ സ്മോക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത് കണ്ടപ്പോൾ പോലീസുകാരൻ ഇഷ്ടപ്പെട്ടില്ല. അയാൾ ചോദിച്ചു, പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞെങ്കിൽ ഇവൻ മൈൻഡ് ചെയ്തില്ല. ഇവനോട് നിന്റെ അച്ഛന്റെ നമ്പർ തരാമോ? അങ്ങനെ അവൻ ആദ്യം പോലീസുകാരനെ നോക്കി ഇങ്ങനെ ഒരുമാതിരി ചിരിച്ചിട്ട് അവൻ പറഞ്ഞു, സാറേ നമ്പർ ഞാൻ തരാം, പക്ഷെ നിങ്ങളെ വിളിച്ചാൽ അയാൾ എടുക്കാനൊന്നും പോകുന്നില്ല. അച്ഛനെ പറയാനാണ് അയാൾ എടുക്കാനൊന്നും പോകുന്നില്ല. അയാള് വെള്ളമടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും. ഇതാണ് കുട്ടി പറഞ്ഞ ഒരു മറുപടി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാവും. നമുക്കതിനകത്ത് കൂടുതലായിട്ട് അവിടെ ഇടപെടലൊന്നും നടത്താൻ പറ്റിയില്ല. പിന്നെ എന്ത് നടന്നു എന്നുള്ളത് അറിയില്ല. പോലീസുകാരെ നമ്പർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞു, ഒന്നും അറിയില്ല. പക്ഷെ ഇതേ സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് എക്സാജറേറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഇതാക്കാം. പോലീസുകാരൻ വീട്ടിൽ വിളിക്കുന്നു, അമ്മയോടും അച്ഛനോടും സ്റ്റേഷനിൽ വരാൻ പറയുന്നു. അവർക്കൊരു അവരെ ഒരു അവയർനെസ് പോലെ കൊടുക്കുന്നു. നിങ്ങളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു രീതിയിൽ നിന്ന് മാറ്റി അച്ഛനൊരു ചേഞ്ച് വരുന്നു. അതുവഴി മക്കളോടുള്ള അപ്രോച്ച് മാറുന്നു. അതൊക്കെ നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കണ്ട സിറ്റുവേഷൻ അതാണ്. അപ്പൊ ഓരോ കുട്ടിയുടെയും വീട്ടിലെ പ്രശ്നങ്ങൾ ഒക്കെ അതിൽ കൂടെ മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ഒരു 3 മിനിറ്റ്സ് ഒക്കെ മതി. 5 ആകാം വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. കാരണം നമുക്ക് ക്ലാസ് ടൈം ആണ്. ഒരു ദിവസം 2 പേരുടെയൊക്കെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കോഴ്സ് തീരുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് റോൾ പ്ലേ. റോൾ പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ ഓൺ ചെയ്യണം. ചെയ്യുന്ന ആള് വീഡിയോ ഓൺ ചെയ്യണം. എന്നിട്ട് ഇപ്പം സാധാരണ നമ്മളൊരു സിറ്റുവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, 3-4 പേര്. നമുക്കിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും പലയിടത്താണ്. ക്യാരക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെയായിരിക്കും 3 ക്യാരക്ടർ ഉണ്ടെങ്കിൽ 3 ക്യാരക്ടറിനെ അഭിനയിച്ച് കാണിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. അത് നിങ്ങളുടെ വോയിസ് മോഡുലേഷനിലൂടെ മാറ്റണം. അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ അച്ഛൻ പറയുമ്പോൾ ആ വോയിസിലെ വ്യത്യാസം, മകൻ പറയുമ്പോൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ടീച്ചറും കുട്ടിയും തമ്മിലാണെങ്കിൽ ടീച്ചർ പറയുമ്പോൾ ഉള്ള വ്യത്യാസം, അത് വോയിസ് മാറുന്നതിനനുസരിച്ച് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് പോലെ വായിക്കാം. ടീച്ചർ പറയുന്നു, അല്ലെങ്കിൽ ടീച്ചർ കുട്ടി, അങ്ങനെ മാറ്റി മാറ്റി പറയും. കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യണം. ആ രീതിയിൽ റോൾ പ്ലേ ചെയ്യണം. ഓൺലൈനാണ്, അപ്പൊ ഇംഗ്ലീഷിൽ ചെയ്താൽ നല്ലത്. അങ്ങനെ പറ്റില്ലെങ്കിൽ മലയാളത്തിലാണെങ്കിലും പ്രശ്നമില്ല. ഡയലോഗ്സ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെരി ഗുഡ്. പക്ഷെ മലയാളത്തിൽ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. തുടക്കമല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങളുടെ സീനിയർ ബാച്ച് അവരെല്ലാരും ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ അവരിതുപോലെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരുടെ വോയിസ് ഒക്കെ ഇങ്ങനെ ആ ഒരു പറയുന്ന ടോണൊക്കെ മാറ്റി, ഇപ്പൊ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ, സങ്കടമാണെങ്കിലും ഒന്ന് ഡൗൺ ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, 3 to 5 മിനിറ്റ്സ്, മാക്സിമം 5, അതിൽ കൂടരുത് കേട്ടോ. ക്ലാസ് ടൈമിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾക്ക് ആർക്കും താല്പര്യമില്ലല്ലോ.
ഒരു ദിവസം നമുക്ക് 2 or 3 പേരുടെ ആക്കാം. നമ്മുടെ ഇൻ ബിറ്റ്വീൻ ദ സെഷൻ സംതിങ് ലൈക്ക് മോണോ ആക്ട്. ഓക്കെ, റോൾ പ്ലേ ആയിട്ട് റോൾ പ്ലേ സെൽഫ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ്, ഇത് റിലേറ്റിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആകാം, അങ്ങനെ എന്തും. ഓക്കെ, നിങ്ങളുടെ വീട്ടില് നിങ്ങളും കുട്ടികളുമായിട്ടുള്ളതോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളതോ ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റുന്നവർ ഇംഗ്ലീഷിൽ ചെയ്തോളൂ. അത്ര ധൈര്യം മാക്സിമം ട്രൈ ചെയ്യുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ മലയാളത്തിലേക്ക് ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ, മാർക്ക് വരുന്നൊരു പെർഫോമൻസ് തന്നെയാണ്. റോൾ പ്ലേ ഉണ്ട്, അതുപോലെ ആക്ഷൻ സോങ്ങും ചെയ്യണം. റോൾ പ്ലേ മാത്രമല്ല ആക്ഷൻ സോങ്ങും. ആക്ഷൻ സോങ് മനസ്സിലായല്ലോ, നമ്മൾ നേഴ്സറി കുട്ടികളെ റൈംസ് പഠിപ്പിക്കുമ്പോൾ ആക്ഷൻ കാണിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, സ്വന്തമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു റൈം സെലക്ട് ചെയ്യാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പറയാം. അപ്പൊ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുവാണെങ്കിൽ അതായാലും ആക്ഷൻ സോങ്ങും റോൾ പ്ലേ ചെയ്യും. സ്ക്രിപ്റ്റ് എഴുതണം. സ്ക്രിപ്റ്റ് എഴുതിയാലല്ലേ നമുക്കത് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ പോയിന്റ്സിലേക്ക് പോവാം. മാം ഒരു മിനിറ്റ്, സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാ മാം? ഇത് നാളെ തുടങ്ങിയാണോ? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ റോൾ പ്ലേ നാളെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ റെഡി ആയി വരുന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് നാളെ ചെയ്യാലോ. റോൾ പ്ലേ ബുക്കിലൊന്നും അല്ല, ഇത് ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചാലല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. റോൾ പ്ലേയും ആക്ഷൻ സോങ്ങും ക്ലാസ്സിലാ കാണിക്കുന്നത്. ഓക്കെ മാം. ഓക്കെ, വീഡിയോ ഓൺ ആക്കണം. നെക്സ്റ്റ്, എയിംസ് ആൻഡ് വാല്യൂസിലെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക്. ടീച്ചർമാര് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എങ്ങനെ ഫോളോ ചെയ്യണം, അതിന്റെ അതായത് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ വാർഡിങ് ഓഫ് ഡിസീസ്. വാർഡിങ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക ഒക്കെ തന്നെയാണ് മീനിങ്. കുട്ടികളിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സോ അൺഹൈജീനിക് വേയിലാണോ അവര് ചില കുട്ടികൾ വരുമ്പോ തന്നെ യൂണിഫോം ഒക്കെ വല്ലാതെ മുഷിഞ്ഞ് മുഖത്തൊക്കെ അഴുക്കൊക്കെ പറ്റി മുടിയൊക്കെ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയി കുളിക്കാത്ത പോലെയും അങ്ങനെ കണ്ണില് പീള കിട്ടി അങ്ങനെയൊക്കെ വരണ കാണാറുണ്ട്. ഇപ്പൊ അതൊക്കെ വളരെ കുറവാട്ടോ. അൺഹൈജീൻ വേസ് ഓഫ് ലീവിങ്. അപ്പൊ അതിൽ നിന്ന് അവരുടെ വരുന്ന സാഹചര്യം നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ ഇതിപ്പോ വലിയ കുട്ടികളെ കുറിച്ചും പറയുന്നുണ്ട്. അഡിക്ഷൻ ടു സ്മോക്കിംഗ് ആൻഡ് ലിക്വർ ആൻഡ് സച്ച്. നെയിൽസ് ക്ലീൻ ചെയ്യാതെ വരിക, അൺഹെൽത്തി പ്രാക്ടീസസ് റിസൾട്ടിങ് ഇൻ റോങ്. അതായത് ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള രീതികൾ, ഇപ്പൊ പറഞ്ഞ പോലെ നെയിൽസ് നഖങ്ങള് കറക്റ്റ് വെട്ടാതെ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഇരുന്ന് മൂക്കിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴുക്ക് വന്ന് കണ്ണില് പീളയൊക്കെ കെട്ടി തലയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു, അങ്ങനെ യൂണിഫോം ഒന്നും വൃത്തിയില്ലാതെ അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളെ കറക്റ്റ് ചെയ്ത് വിടണം. അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ്, ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. നല്ല ഭക്ഷണം കഴിക്കാനുള്ള, അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കുട്ടികൾക്ക് വേണം എന്നുള്ള രീതിയിലുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാമോ ഈ PDF? കാണുന്നില്ല. ഇല്ല മാം, കാണുന്നില്ല. കാണുന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. കാണുന്നില്ല മാം. ഞാനത് ക്ലോസ് ചെയ്തായിരുന്നു. കാണുന്നില്ല മാം. ഇല്ല, ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ അതൊന്നുകൂടെ ഇടാം, എന്തോ പ്രശ്നം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതിനകത്ത് ഒരു ആക്ടിവിറ്റി പരീക്ഷ, ഒരു ഫസ്റ്റിലത്തെ ആക്ടിവിറ്റി പിന്നെ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ടേക്കുന്നു. അത് സബ്മിറ്റ് ചെയ്യണേ, എന്നാ ചെയ്യണ്ടത്? എന്തായിരുന്നു അത്? ഞങ്ങൾക്ക് ക്ലാസ് റൂമിനകത്തെ ഈ യൂണിറ്റ് 1ന്റെ ഒരു ക്വസ്റ്റ്യന്റെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു.
ആൻസർ ചെയ്യാനാന്നും പറഞ്ഞ് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അത് നമ്മൾ ഇനി എങ്ങനെ അത് ചെയ്യണ്ടേ? അത് എന്നത്തേക്കാ ചെയ്യണ്ടേ? സബ്മിറ്റ് ചെയ്യാനാണോ? എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നാണോ? ആഡ് വർക്കുള്ളതിലും ആഡ് ചെയ്താ പോരെ? എനിക്ക് അതിനകത്ത് നിങ്ങൾ എന്താ പറയാ, അപ്ലോഡ് ചെയ്യുമ്പോ എങ്ങനെയാ വരുന്നേന്ന് എനിക്ക് അറിയില്ല. ആഡ് വർക്ക് എന്നാണോ ഹാൻഡ് ഇൻ എന്നാണോ എന്തോ അങ്ങനെ എന്തോ വരും. അതെന്താന്നുള്ളത് ഹാൻഡഡ് ഇന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, സാറ് പറഞ്ഞു തരും കേട്ടോ. നാളെ എന്തായാലും ചെയ്യാനായിട്ട് പറയാം. ഓഫീസിൽ വരുമ്പോ ആള് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങക്ക് ടൈം ഉണ്ട്, തുടങ്ങിയല്ലേ ഉള്ളൂ ക്ലാസ്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. ചില സ്കൂളുകള് അത് സർട്ടൻ പ്രിൻസിപ്പിൾസ്, അതായത് എന്റെ മോളൊക്കെ പഠിച്ച സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് കൊടുത്തുവിടരുതെന്ന് പറയും. ചോറ് തന്നെ കറികളൊക്കെ ആയിട്ട് കൊടുത്തുവിടുന്ന, കാരണം ആ ഒരു നേരമെങ്കിലും ചില കുട്ടികൾക്ക് ചോറ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ പച്ചക്കറികളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ചോറ് തന്നെ കൊടുത്തുവിടുന്നെന്ന് അവിടുന്ന് അവർ പറയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്നത് തന്നെ കൊടുത്തുവിടരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓരോ സ്കൂൾ അതോറിറ്റീസും ഒരു സർട്ടൻ പ്രിൻസിപ്പിൾസ്, അവരുടേതായ ഒരു സർട്ടൻ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും സ്കൂളിലെ ഹെൽത്ത്. ചിലര് വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്നവരുണ്ടാകാം, ചിലര് നോൺ വെജ് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂളില് ഗുഡ് ഫുഡ് ഹെൽത്തിനെ കുറിച്ച് നല്ല പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഇതുപോലെ ഫുഡ് ഫെസ്റ്റ് പോലെയൊക്കെ വീട്ടിൽ നിന്നും നല്ല അംഗൻവാടികളിലൊക്കെ കുറെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഇപ്പൊ സാലഡ്സ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം, അങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് പോലെ അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്കൂളുകാര് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫുഡ് ചാർട്ട് ഉണ്ട്, ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ മോളുടെ സ്കൂളിൽ ഫുഡ് ചാർട്ട് ഉണ്ട്. നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം ഫുഡ് ചാർട്ട്. അപ്പൊ ക്ലീൻലിനെസ്, പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നല്ല ക്ലീൻ ഹൈജീൻ ആയിരിക്കണം. അവര് പാത്രങ്ങൾ കഴുകുന്ന സ്ഥലവും അതുപോലെ ഹാൻഡ് വാഷും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഫയർലെസ് കുക്കിംഗ്, സുജാത പ്രവീൺ പറഞ്ഞിട്ടുണ്ട്. തീയില്ലാതെ അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്നത്, എക്സാമ്പിൾ സാലഡ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. നെക്സ്റ്റ്, ടു മേക്ക് പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷർ. നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാം, വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതെല്ലാം ആ കാര്യങ്ങളെല്ലാം. പ്രിക്വേഷൻ അഗെയിൻസ്റ്റ്, നമ്മളുടെ ചുറ്റും പൊല്യൂഷനാണ്, പല രീതിയിലുള്ള പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അസുഖങ്ങൾ ഈ എയറിലൂടെയൊക്കെ കുറെ സ്പ്രെഡ് ആകാം, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സ്പ്രെഡ് ആകാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് അതൊക്കെ കൊടുക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ നല്ലതാണ്. ഗുഡ് ഹൈജീൻ അറേഞ്ച്മെന്റ്സ്, സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഗുഡ് ഹൈജീൻ അറേഞ്ച്മെന്റ്സ് വേണം. പിന്നെ കുട്ടികൾക്ക് യൂറിൻ പാസ് ചെയ്യാനും ടോയ്ലറ്റ്സും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. എപ്പോഴും അത് എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കും. ചില സ്കൂളുകളിൽ ഇങ്ങനെ മണിക്കൂറിൽ ചെയ്യുന്ന കാണാം. കുട്ടികൾ കയറി ഇറങ്ങുന്ന സമയത്ത് പോകുന്ന ടൈം കഴിയുമ്പോഴും അവർ ക്ലീൻ ചെയ്യും. അങ്ങനെയൊക്കെ കാണാം. റൂംസും ഫർണിച്ചറും എല്ലാം നല്ല നീറ്റ് ആയിട്ട് ഡസ്റ്റ് ഫ്രീ ആയിട്ട് പൊടിയൊക്കെ കുറച്ച് നല്ല ക്ലീൻ ആക്കി വെക്കും. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഒരു ഓവറോൾ ക്ലീനിങ്ങും മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുമായിരിക്കും. ജൂണിൽ കുട്ടികൾ ചെല്ലുമ്പോഴേക്കും അവർക്ക് നല്ലൊരു ഹൈജീൻ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. The edibles in the tuck shop are saved from, അവിടെ ഫയൽസ് എന്നാണ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫയൽസ് അല്ല, ഫ്ലൈസ് ആണ്. FLIES, ഈച്ച, FLIES. ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സ്കൂളുകളിലൊക്കെ അത് വളരെ കുറവായിരിക്കും. ഈ ക്യാൻഡി സ്റ്റോർ, ചെറിയ മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു കട പോലെ, ക്യാൻറ്റീൻ ഒക്കെ ചിലടത്ത് ക്യാൻറ്റീൻ രീതിയിലായിരിക്കും, ചിലടത്ത് അങ്ങനെ ചെറിയ ഷോപ്പൊക്കെ ആയിരിക്കും. കൂടുതലും പുറത്തുള്ള സ്കൂളുകളിലൊക്കെ അത് കാണും. അതുകൊണ്ട് എഡിബിൾസ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇൻ ദ ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മിഠായി, അതുപോലെ ചെറിയ കൃപ പറയുന്നുണ്ട്, കൃപ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനത്തെ ചെറിയ ഷോപ്പ് പോലെ ഉണ്ടാവും. അവിടെ ഈച്ചയൊന്നും കയറാത്ത രീതിയിൽ നല്ല പോലെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം വയ്ക്കുന്നത് ഗ്ലാസ് ഇട്ട അൽമാരി പോലത്തെ ആണെങ്കിൽ, ഷെൽഫിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ക്ലീൻ ചെയ്ത് വെക്കും. നമ്മൾ ചില കടകളിലൊക്കെ കാണാറുണ്ടല്ലോ ആ ഷെൽഫിനകത്തൂടെ ഈച്ചയൊക്കെ ഇങ്ങനെ പറക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഫയൽസ് അല്ല, ഫ്ലൈസ് ആണ്. The edibles in the tuck shop are saved from flies, ഈച്ച.
ഈച്ചയെന്നൊക്കെ മാറിയ രീതിയിൽ സ്കൂൾ ക്യാൻറ്റീനിലുണ്ടാവും. അപ്പൊ ക്യാൻറ്റീൻ്റെ ഒരു സെഷൻ ഇങ്ങനെ മിഠായികൾ മാത്രം കിട്ടുന്ന ഒരു സൈഡായിരിക്കും. ടക്ക് ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മിഠായിയൊക്കെ വിൽക്കുന്ന സ്ഥലമുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ്, 4th one, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷർ. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ്, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ, അതായത് അതിനെ ഹീൽ ചെയ്യാൻ, അസുഖങ്ങൾ ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കും എന്നുള്ള രീതിയിൽ സ്കൂളിൽ ചിലപ്പം പീരിയോഡിക്കലായിട്ട് മെഡിക്കൽ ചെക്കപ്സ് ഒക്കെ നടത്തും. അതായത് ഇപ്പം ചില ഐ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് ക്യാമ്പ് പോലെ ചെയ്യും. അപ്പൊ പല കുട്ടികളുടെയും വിഷന്റെ പ്രോബ്ലംസ് ഒക്കെ പലപ്പോഴും അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് നടത്താം. പിന്നെ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ നമുക്ക് സ്കൂളിൽ എന്താ പറയാ അവൈലബിൾ ആകുന്ന രീതിയിൽ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാറില്ലേ നമ്മൾ പഠിക്കുമ്പോൾ കാലം തുടങ്ങിയിട്ട്. ഓക്കെ, ഡെന്റൽ CG പറയുന്നുണ്ട്, ഡെന്റൽ പല്ലിന്റെ ചെക്കപ്പ് അതെല്ലാം ചെയ്യും. അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പല്ലിന്റെ കാര്യമാണ് ശരിക്കും ആ ക്യൂരിറ്റി മെഷറിൽ കൂടുതലായിട്ട് പറയുന്നത്. ഈ കണ്ണൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും കുട്ടികളിൽ മയോപ്പിയ വരും. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദൂരെയുള്ളത് ഭയങ്കര മങ്ങി കാണും അല്ലെ. ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് എല്ലാം ബ്ലേർഡ് ആയിട്ട് കാണും, മങ്ങി കാണും. അടുത്തുള്ളത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അതായത് കുട്ടികള് ചിലപ്പോ എന്റെ മോൾക്ക് അങ്ങനെയായിരുന്നു. അവള് ബോഡിയിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുന്നൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു. TV കാണുന്നത് അതിന്റെ തൊട്ടടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം അവൾക്ക് ആ ഒരു പ്രോബ്ലം, അവൾക്ക് ഷോർട്ട് സൈറ്റ് മാത്രമല്ല അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ചെയ്യുന്നില്ല, കറക്റ്റ് ഇമേജ് നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ആ ഇമേജ് കറക്റ്റ് ആയിട്ട് കാണുന്നത്. ഫോക്കസിങ് കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സ്കൂളിലുള്ള ചെക്കപ്പിലൂടെ ചില കുട്ടികളിൽ മനസ്സിലാവാറുണ്ട്. ഐ എക്സാമിനേഷൻ മിക്ക കുട്ടികൾക്കും ഈ ഷോർട്ട് സൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് ദൂരെയുള്ളത് വ്യക്തമായിട്ട് കാണില്ല, അടുത്തുള്ളത് ക്ലോസ് ആയിട്ടുള്ളത് അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ ഗ്ലാസ് യൂസ് ചെയ്തില്ലെങ്കിൽ, കണ്ണട യൂസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രശ്നം വളരെ കൂടും. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ട് സൈറ്റ്. ലോങ് സൈറ്റ് ആണ് നമ്മൾ വയസ്സാകുമ്പോഴൊക്കെ കൂടുതലും ആളുകളിൽ വരുന്നത്. സൈറ്റ് ആണ്, അത് ഹൈപ്പറോപ്പിയ എന്നാണ് അതിനെ പറയുന്നത്. ഇവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത് ഷോർട്ട് സൈറ്റ് മയോപ്പിയ. കറക്റ്റ് ടൈമിൽ ഇപ്പം ശരിക്കും 45 ഒക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാരിൽ ഈ വെള്ളെഴുത്ത് എന്നുള്ളൊരു പ്രശ്നം വരും. നമ്മൾ എന്നിട്ട് കണ്ണട വെക്കണോ എന്ന് വിചാരിച്ച് കണ്ണട വെക്കാതിരുന്ന് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വയസ്സാവുന്നതിന് മുമ്പ് തന്നെ കാറ്ററാക്ട്, തിമിരമാകാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് ആ വെള്ളെഴുത്തിന്റെ പ്രശ്നം വരുമ്പോഴേക്കും സ്പെക്സ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ എടുക്കും. നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ ചുരുക്കിയൊക്കെ നമ്മൾ സ്ട്രെയിൻ എടുക്കുള്ളൂ. സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറ്ററാക്ട്, തിമിരമാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില കുട്ടികളുടെ പല്ല് ഭയങ്കര മോശമായിരിക്കും, പുവർ ക്വാളിറ്റി ടീത്ത് ആയിരിക്കും ചില കുട്ടികളിൽ വരുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അവര് സഫർ ഫ്രം പയൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് പസ്. നമ്മളുടെ ആരോ പറഞ്ഞിരുന്നു ഡെന്റൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്നത്. ഈ പഴുപ്പ് വരും, അതുപോലെ ബ്ലീഡിങ് ഗം, മോണപഴുപ്പ്, മോണയിൽ നിന്ന് രക്തം വരിക, അങ്ങനെയുള്ള അത് ഓറൽ ഹൈജീൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വാ കഴുകുന്നില്ല, മിഠായിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വാ കഴുകുക. പിന്നെ രാവിലെയും രാത്രിയും നമ്മൾ ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറയൂലേ, അതൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഇവർക്ക് പുവർ ഡെന്റൽ പ്രശ്നം. ടീത്തിന്റെ ക്വാളിറ്റി ഭയങ്കര മോശം. ചിലരുടെയൊക്കെ ഇങ്ങനെ കേടായിട്ട് ഇങ്ങനെ ബ്ലേഡ് പോലെയൊക്കെ ഇരിക്കുന്ന കാര്യം. അതൊക്കെ ചില സമയത്ത് നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കുറെ കൂടെ ബുദ്ധിമുട്ടാവും. പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലീഡിങ് ഗം, ഡിസ്ചാർജ്, പഴുപ്പ് വരിക, മോണ പഴുപ്പ്, മോണയിൽ നിന്നും രക്തം വരിക, ആ അവസ്ഥയ്ക്കാണ് പയോറിയ എന്ന് പറയുന്നത്. ഓറൽ ഹൈജീൻ വളരെ മോശമാകുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. കുറെ മെസ്സേജ് വരുന്നത്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ സബ്ജക്റ്റിലെ ഒരു കണ്ടന്റ്സും ആരും ബൈഹാർട്ട് ചെയ്യേണ്ട. ഇത് ഇതിപ്പോ ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റെഫറൻസ് ആണ്. ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇത് മാത്രം വായിച്ചാൽ മാത്രം പോരാ, റിലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് എന്തെല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നു അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ,
അടുത്തത് 5th പോയിന്റ്, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളുടെ മനസ്സിനുണ്ടാകുന്നതിന്റെ ഇതാണ് നമ്മുടെ ശരീരത്തിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ടെൻഷൻ വരുമ്പോൾ നമുക്ക് തലവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നു, ടോയ്ലറ്റിലേക്ക് ഓടുന്നു, ചെയ്യുന്നു അല്ലെ. അപ്പോ എപ്പോഴും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്ത്. നമുക്ക് പലതരം ഇമോഷൻസ് വരും അല്ലെ. ചിരി വരും, കരച്ചില് വരും, സങ്കടങ്ങൾ ഭയങ്കര. എക്സാം ക്വസ്റ്റ്യൻസ് ഞാൻ പറയാട്ടോ. മോസ്റ്റ് പ്രോബബ്ലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് യൂണിറ്റ് 1 കിട്ടിയ മോഡൽ ഇല്ലേ, സെയിം അതുപോലത്തെ ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് എല്ലാം ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ വെൽ ബീയിങ്ങിലേക്ക് പോകുന്നത്. എത്ര ഭക്ഷണം നന്നായി കഴിച്ചു, എത്ര നല്ലതുപോലെ എക്സസൈസ് ചെയ്തു എന്നതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണം. അപ്പം ഇമോഷണൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഡെവലപ്പ് ആവുകയാണ്. റിലാക്സിങ് ആക്ടിവിറ്റീസ് ഇസ് കറക്റ്റ്. ഒരു സെക്കൻഡ്, എന്റെ ലാപ്ടോപ്പിന്റെ ചാർജ് പോയി. ഞാൻ ഒന്ന് ചാർജ് ഒന്ന് കുത്തിക്കോട്ടെ. മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്കൂളിൽ അതുപോലുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. പലപ്പോഴും നമ്മുടെ കുട്ടിയുടെ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും. ഫിസിക്കൽ ഹെൽത്ത് അവരെ ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു. മെന്റൽ ഇമോഷണൽ ഹെൽത്ത് അലോസ് ഹിം ടു മെയിൻറ്റെയിൻ ആൻ ഈവൻ ടെമ്പർ ആൻഡ് ഹാപ്പി ഡിസ്പോസിഷൻ. അതായത് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, കുട്ടികളെ ഉപദ്രവിക്കും. ഓക്കെ, അത് അവരുടെ ആ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ബാലൻസ് ആവാത്തത് കൊണ്ടാണ്. കൂടെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, അവരെ ഇടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പെട്ടെന്ന് ദേഷ്യം വന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയും. അപ്പൊ ആ ഒരു മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ബാലൻസ് ആവുന്ന രീതിയിൽ അവർക്ക് ചില ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കണം. ഓക്കെ, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾസ്. അതായത് സൊസൈറ്റി മറ്റുള്ള കുട്ടികളുമായിട്ട് അത് സോഷ്യലൈസ് ചെയ്യുകയും വേണം. അവർക്ക് സൊസൈറ്റിയുമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി മറ്റുള്ള കുട്ടികളുമായിട്ടും സൊസൈറ്റി ആയിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ചെറിയ പ്രായത്തിൽ അവർക്ക് സൊസൈറ്റി എന്താണ് അങ്ങനെ അവർക്കൊരു ഫീല് വരില്ലായിരിക്കാം. പക്ഷെ കൂടെയുള്ള അവരുടെ പിയർ ഗ്രൂപ്പ്, ഒപ്പം പഠിക്കുന്ന കുട്ടികളും അവരോടൊക്കെ ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതിനു വേണ്ടി ചില ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ടീച്ചർമാര് ചെയ്യിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി അത് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു സെൽഫിഷ് ആ ഒരു രീതിയിൽ ചിലപ്പോ ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അതായത് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ വരുമ്പോ അവര് വലുതായാലും അവർക്ക് അവരുടെ സൊസൈറ്റിയിലേക്ക് വേണ്ടുന്ന റിസോഴ്സസ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി എല്ലാം അവരിൽ വരും. ഹെൽപ്പ് ദെയർ ഫെല്ലോ സ്റ്റുഡൻസ്. പലപ്പോഴും ടീച്ചർമാർ ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു കുട്ടീനെ പ്രീഫെക്ട് ലീഡർ ആക്കും, അടുത്ത ആഴ്ച അടുത്ത ആള്, അങ്ങനെ 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 ആക്കുമ്പോഴേക്കും കുറെ കാര്യങ്ങൾ അങ്ങനെ ചില ആക്ടിവിറ്റീസ് ചെയ്യുക. അല്ലാണ്ട് ഒരാളെ മാത്രം പണ്ടത്തെ പോലെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ മാറി അങ്ങനെയുള്ള ഇതൊക്കെ മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും ആ ഒരു ചാൻസ് കൊടുക്കും. അപ്പം അവർക്കൊരു എന്താ പറയുക, ഒരു പ്രൈഡാണ്. എന്നുവെച്ചാൽ എനിക്കും കിട്ടിയല്ലോ എന്നുള്ളത് എല്ലാ കുട്ടികളിലും വരും. അവർക്കതൊരു ചേഞ്ചസ് വരും. സിവിക് മീൻസ് സിറ്റിസൺ. ഓക്കെ, അപ്പൊ അങ്ങനെ ഫെല്ലോ സ്റ്റുഡൻസിനോട് അവർക്ക് വേണ്ടുന്ന അവരെ സപ്പോർട്ട് ചെയ്യുക പല കാര്യങ്ങളിലും. കറക്റ്റ് ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു സെൽഫിഷ് മൈൻഡ് ആയിരിക്കും. വലുതാവുമ്പോൾ പോലും മറ്റുള്ളവർ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു തോട്ടും അങ്ങനെ ഒരു ചിന്തയൊന്നും വരില്ല. അത് ആ ഒരു ചെറു പ്രായത്തിലെ അവരിൽ ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യലി അവർ റെസ്പോൺസിബിൾ ആകും. So one of the objectives of health education is to develop a sense of civic
റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി അവരിന് ഡെവലപ്പായി വരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. Through health education, peoples are to be made aware of social crimes like spitting anywhere, sneezing and coughing on the faces of others. അതായത് ഈ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കാത്തിച്ച് തുപ്പുക, അതൊക്കെ ശരിയായ രീതിയിലല്ല. അപ്പൊ ആ രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്നുള്ള ഗുഡ് ഹാബിറ്റ്സ് അവരിൽ വരും. പിന്നെ അതുപോലെ തന്നെ സ്നീസിങ്ങും കഫിങ്ങും വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് മറച്ചു വെച്ച് ചെയ്യണം. മറ്റുള്ളവരുടെ മുഖത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുവാണെങ്കിൽ അതിങ്ങനെ കവർ ചെയ്യണം. ഹാൻഡ് കർച്ചീഫ് ഉണ്ടെങ്കിൽ കവർ ചെയ്യണം. ഹാൻഡ് കർച്ചീഫ് ഇല്ലെങ്കിൽ പൊതുവേ ഇതിനകത്ത് പറഞ്ഞിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷർട്ടിന്റെ കോളർ യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. കൈ യൂസ് ചെയ്യാം. കൈ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളല്ലേ ആ കൈ വെച്ച് വേറൊരാളെ ടച്ച് ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ നമ്മുടെ ഈ ടോപ്പിക്കിൽ എവിടെയോ അത് കിടക്കുന്നുണ്ട്, ഷർട്ടിന്റെ കോളർ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം കൈ ആവുമ്പോൾ അത് വേറൊരാളെ പോയി തൊടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പിടിക്കും. അപ്പൊ ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം സ്വന്തം ഷർട്ടിന്റെ തന്നെ കോളർ യൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. നിങ്ങൾ അത് നല്ലപോലെ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇൻസൈഡ് ദ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, എന്തെല്ലാം ആക്ടിവിറ്റീസ്, അതെല്ലാം എന്തെല്ലാം അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഷോൾഡർ സൈഡ് ക്ലോത്ത് കുട്ടികളിൽ ഇങ്ങനെ ഹാൻഡ് കർച്ചീഫ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കും. കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ വളരെ അത് പക്ഷെ അവർക്കപ്പോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കാലോ. അതിൽ 4 പോയിന്റ്സ് പറയുന്നുണ്ട്. സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കണം, അങ്ങനെയുള്ളത്. സ്കൂൾ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം. സ്കൂളിന്റെ ലൊക്കേഷൻ, സ്കൂൾ ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി അറ്റ്മോസ്ഫിയർ. പറയാറില്ലേ സ്കൂളിന്റെ അടുത്ത് നിന്ന് എത്ര ദൂരെ ആയിരിക്കണം. പാൻ മസാല അങ്ങനെയുള്ളതൊക്കെ വിൽക്കുന്ന കടകൾ ഉണ്ടെങ്കിൽ അതൊന്നും അനുവദിക്കില്ല. അതുപോലെ ബീവറേജസ് കോർപ്പറേഷൻ ബീവറേജസിന്റെ ഔട്ട്ലെറ്റ് ഒന്നും അവിടെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കൺട്രോൾ ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ടല്ലോ. പിന്നെ റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ കുട്ടീനെ അവരുടെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടിയുടെ ഹെൽത്തിനെ കുറിച്ചൊരു ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പാരന്റ്സിനെ തന്നിടാറുണ്ടല്ലോ. പിന്നെ സ്കൂളിലും ഇടയ്ക്ക് കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ് അതൊക്കെ ചെക്ക് ചെയ്യും, നോട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് അലർജി ഉണ്ടോ, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതെല്ലാം അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ലോക്കൽ അതോറിറ്റീസ്, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് സ്കൂളിന് കിട്ടാറുണ്ട്. അവര് നേരിട്ട് വന്ന് ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദി എസെൻഷ്യൽ. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ അപ്പൊ സ്കൂളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആവശ്യമാണ് അല്ലെ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ല, അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മാത്രമല്ല, പെട്ടെന്ന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. കുട്ടിയുടെ കൈ പൊള്ളു എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി വല്ലാതെ ചോക്ക് ചെയ്യോ, എന്തെങ്കിലും അകത്ത് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയം വരെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താന്നുള്ളത് അവിടെ അറിഞ്ഞിരിക്കണം. നമ്മൾ നോക്കണം, സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് വിച്ച് ആർ മോർ നാച്ചുറൽ. അതായത് ജങ്ക് ഫുഡ് ഒന്നും അല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും ക്ലീൻ ആയിട്ടുള്ള വാട്ടർ അങ്ങനെയുള്ളതെല്ലാം അവിടെ കിട്ടണം. നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതെല്ലാം കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും സ്കൂള് പ്രൊവൈഡ് ചെയ്യുന്ന നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അംഗൻവാടികളിലൊക്കെ കുട്ടികൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അതല്ല വീട്ടിൽ നിന്നാണ് കുട്ടി കൊണ്ടുവരുന്നെങ്കിൽ അതും ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ സ്കൂളിനകത്തെ കാര്യമായി പറഞ്ഞിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നായിരുന്നു. ഇനി സ്കൂളിന് പുറത്ത്, ഔട്ട്സൈഡ് ദ സ്കൂൾ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്കൊരു പെർട്ടിക്കുലർ സൊസൈറ്റിന്ന് വരുന്ന കുട്ടി ഈ പറയുന്ന നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരുന്നത് ആ ഒരു സൊസൈറ്റി, അത് ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. സോ
അവിടെ ഡിസീസസ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും മനസ്സിലാവും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഹൈ. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉദ്ദേശിച്ചത് ഫിനാൻഷ്യലി അങ്ങനെയൊന്നുമല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ഹൈജീൻ, നല്ല വെള്ളം ലഭിക്കുന്ന ഫ്രഷ് എയർ വാട്ടർ ഒക്കെ കിട്ടുന്ന സ്ഥലം. ദ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഓഫ് ദ പീപ്പിൾ ക്യാൻ ബി അൺടച്ച്ഡ്. ഓക്കെ, അൺടച്ച്ഡ് എന്ന് പറഞ്ഞാൽ നോട്ട് അഫക്റ്റഡ്. അവരുടെ ഹെൽത്തും ഹൈജീനും ഒന്നും അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. It should be the corporation of the society and the government to raise the standard of living of the people. അപ്പൊ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അത് സൊസൈറ്റി, ഗവൺമെന്റ് എല്ലാമാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. ഒരു മൂവി ഞാൻ കണ്ടിരുന്നു, ഒരു ഹിന്ദി മൂവി ആയിരുന്നു. പാരെ പ്രൈം മിനിസ്റ്ററോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു മൂവിയുടെ പേര്. അതിലൊരു ഒരു കുഞ്ഞു മോൻ 6 വയസ്സോ 8 വയസ്സോ ഉള്ളത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുവാണ്. അവരുടെ ഏരിയയിൽ, ഒരു സ്ലം ഏരിയയിലാണ് ജീവിക്കുന്നത്, അവിടെ ടോയ്ലറ്റ് ഇല്ല. വീടുകളിൽ ചെറിയൊരു മറ പോലെ ഉണ്ട് കുളിക്കാൻ മാത്രം. ബാക്കി കാര്യങ്ങൾക്ക് അവർ പോകുന്നത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇങ്ങനെ കുറെ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞ് പഴയ റെയിൽ ബോഗിയൊക്കെ ഉണ്ടാവും ട്രെയിനിന്, അവിടെയൊക്കെയാണ് പോയിരുന്നാണ് ഇവർ കാര്യം സാധിച്ചിരുന്നത്. അപ്പൊ ഈ ലേഡീസിന് പകല് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ലേഡീസ് എല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് രാത്രിയാണ് അവരുടെ ഈ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. അങ്ങനെ ഈ മോന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ വളരെ യങ്ങാണ്. കണ്ടിട്ടുണ്ടല്ലേ ഹരിത? സോ ഞാൻ പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഹരിതയ്ക്ക് പറയാമോ എന്റെ സ്റ്റോറി? ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്യാമോ? 2-3 മിനിറ്റ്സ്. അധികം സമയം നമുക്കില്ല. കണ്ടിട്ടുള്ള ഒരാള് പറയുവാണെങ്കിൽ എന്റെ മൂവിയുടെ കറക്റ്റ് പേരെന്ന് പറയാമോ? ഞാൻ മറന്നേ. പറയാൻ റെഡിയാണോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അമ്മ ഒരു യങ് ആയിട്ട് കാണാനൊക്കെ നല്ലൊരു ലേഡി ആയിരുന്നു. അപ്പൊ ഇവര് രാത്രി ഇതുപോലെ ടോയ്ലറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്കായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലേഡീസ് എല്ലാം പോയി. മേരെ പ്യാരെ പ്രൈം മിനിസ്റ്റർ, യെസ് വിഷ, അങ്ങനെ ഇവരെ ഒരു ഉപദ്രവിക്കുന്നത് ഒരു പോലീസുകാരൻ തന്നെയാണ്. സെക്ഷലി ഇവരെ ഹറാസ് ചെയ്യുക. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു ട്രോമ വരുന്നു, ഒരു ഷോക്ക് പോലെ ആവുന്നു. അപ്പൊ മോൻ വിചാരിക്കണത് രാത്രി ഇങ്ങനെ പോയപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി, അങ്ങനെയാണ് അവൻ മനസ്സിലാക്കുന്നത്. എന്റെ ഏജ് അത്രയല്ലേ ഉള്ളൂ. അവൻ താനൊരു ടോയ്ലറ്റ് ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ സാരിയൊക്കെ മറച്ചു വെച്ചൊക്കെ ചെയ്യും. പക്ഷെ അത് കാറ്റുകൊണ്ട് അത് നാശമായിട്ട് പോകും കുറച്ചു നാൾ ഉപയോഗിച്ചെങ്കിലും. അങ്ങനെ ഇവൻ നേരെ അവരുടെ കോർപ്പറേഷനിൽ ചെന്ന് പറയുമ്പോൾ അവര് കുട്ടികളല്ലേ, അവര് ശ്രദ്ധിക്കില്ല, കുട്ടികളെ പറഞ്ഞു വിടും. അത് നേരെ പ്രധാനമന്ത്രിക്ക് കത്തും എഴുതിയിട്ട് പോവുക. ട്രെയിനിന്റെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോയി പ്രധാനമന്ത്രിയുടെ PA എങ്ങാനും ഇവരെ ശ്രദ്ധിക്കും. സെക്യൂരിറ്റിക്കാരുമായിട്ട് ഇങ്ങനെ പശവിഷയം ഉണ്ടാകുമ്പോ കുട്ടിയുടെ ലെറ്റർ വാങ്ങിക്കും. അത് അവരവിടുത്തെ കോർപ്പറേഷനിൽ വിളിച്ചിട്ട് പറയും. അങ്ങനെ അവരവിടെ ആ ഫുൾ ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറെ ടോയ്ലറ്റ്സ് ഗവൺമെന്റിന്റെ ഇതിൽ അണ്ടറിൽ പണിത് കൊടുക്കുന്നു. നല്ലൊരു മൂവിയായിരുന്നു, നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഓഫ് ദ സിറ്റി ഓർ വില്ലേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോവിഡ് സമയത്ത് നമുക്കറിയാം, എന്തെങ്കിലും ഇഷ്യൂ വന്ന സ്ഥലമാണെങ്കിൽ അവിടെ സാനിറ്റൈസ് ചെയ്യുന്നു. യൂസ് ചെയ്ത വണ്ടി, ആംബുലൻസ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുന്നു അല്ലെ. ഈവൻ ഹോസ്പിറ്റലുകളിൽ ഒരു പേഷ്യന്റ് യൂസ് ചെയ്ത റൂം, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യുന്ന പരിപാടിയാണ് സാനിറ്റേഷൻ. സിറ്റി ഡേർട്ടി ആണെങ്കിൽ അതിന്റെ അടുത്ത് വരുന്ന സ്കൂൾ, ആ സിറ്റിയിലെ സ്കൂളിന്റെ പ്രമീസും നല്ല ക്ലീൻഡ് ആയിരിക്കില്ല. ചിൽഡ്രൻ കൻ നോട്ട് എസ്കേപ്പ് ഫോളിങ് ട്രീറ്റ് ഫുൾ ഡിസീസ്. കുട്ടികൾക്ക് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അവർ ആ അസുഖങ്ങളുടെ ഇരയായിട്ട് മാറും. ഓക്കെ, ക്ലീൻ അല്ലെങ്കിൽ സ്കൂളിന്റെ ബാക്കിലൂടെ ഒരു കാന പോകും, നിറയെ അഴുക്കാണ്, കൊതുക് നിറയെ ഉണ്ട്, എലിയുണ്ട് എന്നൊക്കെ വരുവാണെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് അവർക്ക് വരും. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ പറഞ്ഞു, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ പറഞ്ഞു. ഫുഡ് ആൻഡ് ക്ലോത്ത്. ഫുഡ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ ഷുഡ് ബി ഹെൽത്തി. ജങ്ക് ഫുഡ് ഒന്നും ആയിരിക്കരുത്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. ക്ലോത്ത്സ്, അവരുടെ ക്ലോത്ത്സ് ദേ പുട്ട് ഓൺ ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കും, റിമൈൻ ഹെൽത്തി അറ്റ് സ്കൂൾ. ക്ലോത്തിങ്, അവരിടുന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റും ആകരുത്, ഭയങ്കര ലൂസും ആയിരിക്കും. ആ രീതിയിലുള്ള ക്ലോത്ത്. യൂണിഫോം ആണെങ്കിൽ തന്നെയും ടൈറ്റും ആകരുത്, ലൂസും ആകരുത്, ആ രീതിയിലായിരിക്കും.
സ്കിന്നിനോട് അപ്പൊ ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ സ്കിന്നിനോട് ചേർന്നിരിക്കുമ്പോൾ അതൊട്ടും ബ്രീത്തബിൾ ആവില്ല, കാറ്റ് കയറില്ല അവരുടെ ബോഡിയിലേക്ക്. അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ലൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹൗസ്. The location and plan of the house have a good role in keeping the സെയിം തന്നെ. സ്കൂൾ ഇപ്പം ക്ലീൻ അല്ലാത്തൊരു സറൗണ്ടിങ്സിലാണെങ്കിൽ കുട്ടികൾക്ക് അസുഖം വരും. അതുപോലെ തന്നെ തിരിച്ച് വൈകിട്ട് അവർ വരുന്നത് വീട്ടിലേക്കാണ്, അവർ റെസ്റ്റ് ചെയ്യുന്നു എല്ലാം കളിക്കുന്നു ഒക്കെ വീടിന്റെ ഏരിയയിലൊക്കെ തന്നെയായിരിക്കില്ലേ. ആ വീടും അതുപോലെ തന്നെയുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ, നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനെ സ്ലം ഏരിയ ഒന്നുമില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ ഇൻ ഗുഡ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ കിട്ടണം. അതുപോലെ സൺലൈറ്റ് നല്ലൊരു അണുനാശിനിയാണ്, സൂര്യപ്രകാശം അല്ലെ. നമ്മൾ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ വേഗം ജനലും വാതിലൊക്കെ തുറന്നിടും, സൂര്യപ്രകാശം അകത്തേക്ക് കയറും, കുറെയൊക്കെ അണുക്കൾ പോവാൻ അത് നല്ലൊരു റെമഡിയാണ്. അറ്റ്മോസ്ഫിയർ ഷുഡ് ബി നീറ്റ് ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി കണ്ടീഷൻസ്. നമ്മൾക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ വളരെ നീറ്റ് ആയിരിക്കണം, അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. ഇപ്പൊ വീട് അങ്ങനെ ഒരു ലൊക്കേഷനിലായിരിക്കണം. കാരണം ഈ കനാല് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആവുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുക്ക് മുഴുവനും വീടിന്റെ മുറ്റത്തേക്കോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കിണറുണ്ടെങ്കിൽ കിണറിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇന്റീരിയർ ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. എന്നോട് പറയുകയാണോ? ഹലോ, ആരാ? എന്താ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഇന്റീരിയർ നമ്മുടെ വീടിനകത്ത് യൂസ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ്, നമ്മൾ തുടച്ച് വൃത്തിയാക്കാറുണ്ട്, അടിച്ച് പൊടി എന്തൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് എല്ലാം തുടച്ച് വൃത്തിയാക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടാണ് കൂടുതലും. ഇന്റീരിയർ ഷുഡ് ബി കീപ്ഡ് നീറ്റ് ആൻഡ് ക്ലീൻ ഫോർ ദ ചിൽഡ്രൻ ടു ബി ഫ്രീ ഫ്രം അൺഹെൽത്തി സിറ്റുവേഷൻ. അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ. ചില കുട്ടികൾക്ക് ഡസ്റ്റ് അലർജി വരുമ്പോൾ അങ്ങനെ വീടുകളും പൊടിയെല്ലാം തുടച്ച് നമ്മൾ അങ്ങനെ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അല്ലെ. നെക്സ്റ്റ്, ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തില് സ്കൂളിന്റെ റോളും സ്കൂളിന് ഇമ്പോർട്ടന്റ് റോൾ തന്നെയുണ്ട് അല്ലെ. കാരണം കുട്ടി വൈകിട്ട് വീട്ടിൽ പോകുന്നു, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യുന്നു, എന്തെങ്കിലും കളികൾ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉറങ്ങുവാണ്. പിന്നെ രാവിലെ ഇതുപോലെ വന്ന് കുറേ ടൈം സ്കൂളിലാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. സ്കൂളിന് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ നല്ലൊരു റോൾ തന്നെയാണ്, വൈറ്റൽ റോൾ, ഇമ്പോർട്ടന്റ് റോൾ തന്നെയുണ്ട്. ഡെവലപ്പിംഗ് ഹെൽത്ത്, കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കൂളിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടൈമില്, ആ ചെറിയ പ്രായത്തില് അവർ മനസ്സിലാക്കുന്ന ഹൈജീൻ, സെൻസ് ഓഫ് ഹൈജീൻ, വൃത്തിയായിട്ടിരിക്കേണ്ടത് എങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് എങ്ങനെയാണ്, അതെല്ലാം മനസ്സിലാക്കുന്നത് അവരുടെ ത്രൂ ഔട്ട് അവരുടെ എൻറ്റയർ ലൈഫിൽ അവർ ഫോളോ ചെയ്യും. ഷുഡ് ലാസ്റ്റ് ഇൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നാ പറയുന്നത്. അവരുടെ ജീവിതകാലം മുഴുവനും അവർ ഫോളോ ചെയ്യും. ആ ചെറു പ്രായത്തിന് അത്രയും ആ ഒരു ഇമ്പാക്ട് നല്ല രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ. സ്കൂൾ ഷുഡ് അസേർട്ട് ഓൺ ക്ലീൻനെസ് ആൻഡ് നീറ്റ്നെസ് അലോങ് വിത്ത് എ സെൻസ് ഓഫ് ഹൈജീൻ. സ്കൂള് വൃത്തിയുടെ കാര്യത്തില് നല്ലപോലെ അവരെ അലേർട്ട് ആക്കണം, മനസ്സിലാക്കിക്കണം, നല്ലൊരു അവയർനെസ് അവർക്ക് കൊടുക്കണം, അവരത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്കൂൾ എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത്, അത് താഴെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും, ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. കീപ് പേഴ്സണൽ ഹൈജീൻ ബൈ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻസ്. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ കുളിച്ച് നീറ്റായിട്ടുള്ള അലക്കിയ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതെല്ലാം നമ്മുടെ വ്യക്തി ശുചിത്വം. എങ്ങനെ ക്ലീൻ ചെയ്യണം, നമ്മളെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് അത് മനസ്സിലാക്കണം. പിന്നെ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അത് കറക്റ്റ് ആയിട്ട് തന്നെ പോകണം. അത് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ചാലാണ് കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സ് കറക്റ്റ് ആവുള്ളൂ. ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ,
ബ്രഷ് ചെയ്യണം 2 നേരം എന്ന് പറയും. പിന്നെ ഈ പല്ലൊക്കെ കമ്പിയിട്ടിരിക്കുന്ന കുട്ടികൾ അവരോട് ഡെന്റിസ്റ്റ് പ്രത്യേകം പറയും എങ്ങനെ അത് ക്ലീൻ ചെയ്യണം, ഏത് ടൈപ്പ് ഭക്ഷണം കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കും. ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. അതായത് നമ്മൾ വൺസ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു നല്ലതുപോലെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ, കാരണം അടുത്ത ആൾക്ക് പോകാനുള്ളതാണ്. അപ്പം ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയിക്കണം. പിന്നെ വാഷിംഗ് വൺ സെൽഫ്, നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാം വെനെവർ നെസസറി. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ പ്ലേ, കളിച്ച് ഓടി വന്ന് കട്ടിലേക്ക് കിടക്കും, അതൊന്നും ആ ശീലമൊന്നും നല്ല കളിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് അവര് കുളിച്ച് ഡ്രസ്സ് മാറണം എന്നുള്ളതൊക്കെ നിർബന്ധമാണ്. പിന്നെ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ടോയ്ലറ്റ് ഇസ് കറക്റ്റ്. സിജി പറഞ്ഞിട്ടുണ്ട് ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ കഴുകണം. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് ചേർക്കാം, വായും കഴുകണം. കാരണം ടോയ്ലറ്റ് നമ്മൾ എത്ര ക്ലീൻ ആക്കി വെച്ചാലും അവിടെ നമ്മുടെ കണ്ണിന് പിടിക്കാത്ത അണുക്കൾ എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ ടോയ്ലറ്റിൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഒക്കെ നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണല്ലോ ഈ വായൊക്കെ, പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് അണുക്കൾ എത്തുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് വായൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സാനിറ്റൈസ് ചെയ്യണം. യെസ്, ജീവ ഷാനാണ് നാളെ പ്രേയർ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓർത്തിരുന്നോ പേര്? ജീവ, ഞാൻ മറന്നുപോയാലും. ഓക്കെ. ഓൾസോ developing these habits, the school must take care in providing children with healthy balanced food. ഇവര് ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഫുഡ് തന്നെയാണോ കൊണ്ടുവരുന്നത് എന്നുള്ളതും അത് തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ PTA മീറ്റിംഗ് ഒക്കെ വെച്ച് പാരന്റ്സിന് അവയർനെസ് കൊടുക്കാം. പാരന്റ്സിന് ക്ലാസ്സസ് കൊടുക്കാറുണ്ട് അല്ലെ? ഡെവലപ്പിംഗ് സ്കൂൾ social habits of eating, drinking, using public places. പബ്ലിക് പ്ലേസസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, പുറത്തു പോയി കഴിക്കുമ്പോൾ ഉള്ള ശീലങ്ങള്, ഭക്ഷണം കഴിക്കുമ്പോഴും മക്കളുള്ളത്, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഇതുവരെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഈ ചാപ്റ്റർ തീരുമായിരിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ടെക്നിക്കിന്റെ പിക്ചർ ഞാനൊന്ന്, യെസ്, ടേബിൾ മാനേഴ്സ്, വെരി ഗുഡ്. ഹാൻഡ് വാഷ് ടെക്നിക്കിന്റെ പിക്ചർ നാളെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അത് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിൽ വാളിൽ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ പിള്ളേരുടെ നോട്ട് എന്തായാലും അതിലേക്ക് എപ്പോഴും ചെയ്യും. അത് പിക്ചർ ആയാൽ നല്ലതായിരിക്കും, കാരണം അവർക്കത് എങ്ങനെ കൈ കഴുകണം എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കിച്ചൺ നീറ്റ്നെസ്, യെസ്, ഇതെല്ലാം നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാട്ടോ. മെസ്സേജിൽ കുറെ പോയിന്റ്സ് വരുന്നുണ്ട്, നല്ല നല്ല പോയിന്റ്സ് മെസ്സേജിൽ വരുന്നുണ്ട്. ടേബിൾ മാനേഴ്സ്, കിച്ചൺ നീറ്റ്നെസ്, സാനിറ്റൈസേഷൻ. ഇത് പണ്ട് ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഞാൻ കുട്ടികളുടെ കയ്യില് കുഞ്ഞ് സാനിറ്റൈസർ കൊടുത്തു വിടുമായിരുന്നു. ലഞ്ച് കഴിച്ച് ഇവര് പരസ്പരം ഷെയർ ചെയ്യുള്ളൂ. ഞാൻ വെജ് കൊടുത്തു വിട്ടാലും കൂടെയുള്ള കുട്ടികളുടെ നോൺ വെജ് കഴിക്കുമ്പോൾ ഇതിന്റെ മണം കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് സാനിറ്റൈസർ കൊടുത്തു വിടുന്നത്. പക്ഷെ അത് പിന്നെ കോവിഡ് വന്നപ്പോ അതൊരു ശീലമായി. ഓക്കെ, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഓക്കെ മാം. താങ്ക് യു 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 മാം.